ബോയ്സിനോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലെ 19 to 25 ഏജിന്റെ ഇടയിൽ 2 ടൈപ്പ് പെൺപിള്ളേരെ നിങ്ങൾ കാണും. ആദ്യത്തെ ടൈപ്പ് നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പോ അവരിങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. ഈ 2 ടൈപ്പിനെ സൈഡിൽ മാറ്റി നിർത്തി ഫോക്കസ് ഓൺ യുവർ കരിയർ. നിനക്കറിയാവോ നീ ഇപ്പോഴും സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന്? ഒരു പെണ്ണെ ദൈവത്തോട് എന്നും നിന്നെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമയമാകുമ്പോൾ അവൾ നിന്റെ മുമ്പിൽ വന്നെത്തും. ഇൻസ്റ്റാഗ്രാം ഒരു വലിയ പരന്ന ലോകമാണ്. അതിന്റെ ഒരറ്റത്ത് ഇരിക്കുന്ന നമ്മൾ ചിലപ്പോൾ മറ്റേ അറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അറിയുകയില്ല. ചില ഫോളോവേഴ്സ് ഈ ടൈപ്പ് റീൽസ് ഒക്കെ അയക്കുമ്പോൾ ഇതൊക്കെ ഏത് പാരലൽ വേൾഡ് ആണെന്ന് ഓർത്ത് ഞാൻ അതിശയപ്പെടും. എനിവേ, ഇവരുടെ ഈ പ്രോ മാക്സ് മോട്ടിവേഷൻ പൊതുവെ സിംഗിൾ പസങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ സിംഗിൾ പസങ്ങൾ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ ഇത് കേട്ട് നിങ്ങൾക്ക് ക്രിഞ്ച് തോന്നാതെ രോമാഞ്ച പുളകിതനാണ് ആകുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും നിങ്ങൾ ആ കാറ്റഗറിയിൽ തന്നെ തുടരാനാണ് സാധ്യത. ആദ്യത്തെ റീല് ഇതൊരു ഇന്ത്യൻ കോൺസെപ്റ്റ് ആണ്. മോൻ നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഒരു റിലേഷൻഷിപ്പ് മതി എന്നൊരു കോൺസെപ്റ്റ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും പലർക്കും സ്ത്രീകളുമായി എങ്ങനെയൊന്ന് ഇന്ററാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല. പണ്ടത്തെ അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് കുറഞ്ഞു വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ പെണ്ണ് കിട്ടാനും സാധ്യതയില്ല. ഇനി സെക്കൻഡ് റീല്, നാട്ടിലിപ്പോ ഇഷ്ടംപോലെ പുരുഷന്മാർ പെണ്ണ് കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരിത് കണ്ടാൽ ചിരിക്കണോ കരയണോ എന്ന കൺഫ്യൂഷനിലാകും എന്ന് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നിങ്ങൾ ഈ മോട്ടിവേഷൻ കേട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ഈ മോട്ടിവേഷൻ കേട്ട് നിങ്ങൾ സിംഗിൾ പസങ്ങളായി കോരിത്തരിച്ചിരുന്നാൽ ഈ റീൽസ് ഇടുന്നവർക്ക് വ്യൂസും പൈസയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ റീൽസ് ഒക്കെ നിങ്ങളെ ആ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്.